നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് മാഡം എൻ? ഇന്ത്യയിലെ പാകിസ്ഥാൻ ചാരന്മാരുടെ കൺകണ്ട ദൈവമാണ് മാഡം എൻ എന്നുവച്ചാൽ നോഷിബ ഷഹസാദ്. ലാഹോറിലെ ജയാന ട്രാവൽസ് ഉടമ. ഒറ്റ ഫോൺ കോളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആർക്കും പാകിസ്ഥാനിലേക്ക് വിസ കിട്ടും. കേവലം ഒരു ദിവസം മാത്രം മതി ഒരു ഇന്ത്യക്കാരന് പാകിസ്ഥാനിലേക്കുള്ള വിസ കിട്ടാൻ. പക്ഷേ മാഡം എൻ വിചാരിച്ചിരിക്കണം, അല്ലെങ്കിൽ മാഡം എന്നിനെ വിളിച്ചിരിക്കണം. നോഷിബ ഷഹസാദ് എന്ന ജയാന ട്രാവൽസ് ഉടമയാണ് പാകിസ്ഥാൻ ചാരന്മാരെ ഇന്ത്യയിൽ പോറ്റി വളർത്തി അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസയും മറ്റ് സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തു കൊടുക്കുന്നതെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ലാഹോറിലെ ജയാന ട്രാവൽസ് ഉടമ നോഷിബ ഷഹസാദ് ഇന്ത്യയിലെ പാകിസ്ഥാൻ ചാരന്മാരുടെ കൺകണ്ട ദൈവമാണ്. ഇന്ത്യക്കാരെ പാകിസ്ഥാൻ ചാരന്മാരായി മാറ്റിയെടുക്കുക എന്നതാണ് നോഷിബ ഷഹസാദിൻ്റെ ജീവിത ലക്ഷ്യം. അതിനായി അവർ ഇന്ത്യയിൽ നിന്നും നിരവധി യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും പാകിസ്ഥാനിലെത്തിക്കും. പാകിസ്ഥാൻ മുഴുവൻ കൊണ്ടു നടന്ന് കാണിക്കും. മികച്ച താമസം, ഭക്ഷണം, എല്ലാ എൻ്റർടൈൻമെൻറ്റും നൽകും. അങ്ങനെയാണ് ജ്യോതി മൽഹോത്ര അടക്കമുള്ള യൂട്യൂബർമാർ ഇവരുടെ കെണിയിൽ വീണത്. അങ്ങനെ ഏതാണ്ട് 3500ഓളം ഇന്ത്യക്കാരെ മാഡം നോഷിബ ഷഹസാദ് എന്നുവച്ചാൽ മാഡം എൻ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെത്തിച്ചു. ഇവരെ പാകിസ്ഥാനിലെ ഉന്നത സൈനിക നേതാക്കൾക്കും രാഷ്ട്രീയക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. ആ ഉന്നത സൈനിക നേതാക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും അതിഥിയായി ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ വ്ളോഗർമാരും യൂട്യൂബർമാരും പാകിസ്ഥാൻ മുഴുവൻ ചുറ്റിക്കറങ്ങും. ആരുടെ ചെലവിൽ? പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചെലവിൽ, പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചെലവിൽ. അങ്ങനെ ചുറ്റിക്കറങ്ങി ഇന്ത്യയിൽ വന്ന് പാകിസ്ഥാൻ്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചുമൊക്കെ പുകഴ്ത്തി പറയുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുമെന്ന് പറഞ്ഞ ആക്രമണങ്ങളെക്കുറിച്ച്, ഇന്ന് അതിർത്തി പ്രദേശങ്ങളിലെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലെ പട്ടാള നീക്കങ്ങളെക്കുറിച്ച്, അതിർത്തി പ്രദേശങ്ങളിൽ പട്ടാളം എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് കാശ്മീർ പഞ്ചാബ് അതിർത്തികളിൽ ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ സായുധ സൈന്യവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ തങ്ങളുടെ ഒപ്പം ചേർക്കുന്നത്, പാകിസ്ഥാനിൻ്റെ സ്പോൺസേർഡുള്ള ഭീകര സംഘടനകളെ എങ്ങനെയാണ് സൈന്യം കാശ്മീരിൽ നേരിടുന്നത്, ഇതെല്ലാം വ്യക്തമായും പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറുന്നത് ഈ യൂട്യൂബർമാരും വ്ളോഗർമാരുമാണ്. അതിനാദ്യം ചെയ്യുന്നത് അവർ കാശ്മീർ അതിർത്തിയിലും പഞ്ചാബ് അതിർത്തിയിലും ഇന്ത്യയുടെ കൈവശമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിലും പഞ്ചാബിലുമെല്ലാം അവർ നിരന്തരം യാത്ര നടത്തും. അങ്ങനെ ജനങ്ങളോടും സൈന്യത്തോടുമുള്ള ഇടപഴകി അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് ഇവർ പാകിസ്ഥാനിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആ നിമിഷം മാഡം എൻ നോഷിബ ഷഹസാദ് ഇവർക്ക് വിസ ഏർപ്പാടാക്കും. അങ്ങനെ ഇവർ പാകിസ്ഥാനിൽ ചെന്ന് പാകിസ്ഥാൻ മുഴുവൻ ചുറ്റിയടിച്ച് അവിടെ കണ്ട് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി അവിടുത്തെ ഭക്ഷണം, ആതിഥ്യ മര്യാദ എന്നിവയിലേക്ക് പുകഴ്ത്തി പറയുമ്പോൾ അതിനുശേഷം ഇവർ കാണുന്നത് അവിടുത്തെ സൈനിക മേധാവികളെയും രാഷ്ട്രീയക്കാരെയായിരിക്കും. അവരോട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. കാശ്മീരിൽ പട്ടാളം എന്ത് ചെയ്യുന്നു, പഞ്ചാബ് അതിർത്തിയിൽ എന്ത് ചെയ്യുന്നു, രാജസ്ഥാൻ അതിർത്തി എന്ത് ചെയ്യുന്നു, ഞങ്ങൾ പോയപ്പോൾ കണ്ടത് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർ പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകും. ഇതാണ് കൃത്യമായി ഇവർ നടത്തുന്ന ഈ വ്ളോഗർമാരും യൂട്യൂബർമാരും നടത്തുന്ന ചാരപ്രവൃത്തി. അതിൻ്റെ പ്രധാന പ്രേരക ശക്തിയായി വർത്തിച്ചത് മറ്റാരുമല്ല, നോഷിബ ഷഹസാദ് എന്ന ഒരു പാകിസ്ഥാനി സുന്ദരി. ജയ്ഹാന ട്രാവൽസ്, ലാഹോർ എന്ന അഡ്രസ്സുള്ള, അല്ലെങ്കിൽ ലാഹോർ എന്ന വലിയ നഗരത്തിലെ ജയ്ഹാന ട്രാവൽസ് നടത്തുന്ന ഈ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ വ്ളോഗർമാരെയും ഇന്ത്യൻ യൂട്യൂബർമാരെയും പാകിസ്ഥാനിൽ എത്തിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും 3500 യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും പാകിസ്ഥാനിൽ എത്തിച്ചവർ. ഈ ഇന്ത്യയിൽ നിന്ന് 3500 പേരെ എത്തിച്ചെന്ന് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ, വിദേശ ഇന്ത്യക്കാരിൽ ഏതാണ്ട് 1500 പേരെയാണ് ഇവർ പാകിസ്ഥാനിൽ എത്തിച്ചത്. അവർ ചെയ്തതെല്ലാം ഇന്ത്യക്കെതിരെയുള്ള ചാരപ്രവർത്തി തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇവർ മാഡം എൻ എന്ന രീതിയിൽ ഈ പാകിസ്ഥാൻ ചാരന്മാരുടെ അവരുടെ ആ ഒരു അധികാര ശ്രേണിയിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരന്മാർക്കിടയിൽ അറിയപ്പെട്ടത്. മാഡം എന്നെ വിളിച്ചാൽ ആ നിമിഷം പാകിസ്ഥാനി വിസ ഉറപ്പാണ് എന്നാണ് ജ്യോതി മൽഹോത്ര അടക്കമുള്ള പിടിയിലായ വ്ളോഗർമാർ ഇന്ത്യൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികളോട് പറഞ്ഞത്. കാരണം മാഡം എന്നോട് വിളിച്ചാൽ ഒരു പാകിസ്ഥാൻ എംബസിയിൽ വളരെ അടുപ്പമുള്ള ബന്ധമുള്ള ആളാണ് ഈ നോഷിബ ഷഹസാദ്. ഇവരെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ നേരെ ആ കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലേക്കായിരിക്കും. ഒരു 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് വിസ അടിച്ചു കിട്ടും പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരു ചാര ശൃംഖല, വലിയൊരു ചാര വലയമായിരുന്നു നോഷിബ ഷഹസാദ് സൃഷ്ടിച്ചെടുത്തത്. അതിനെ കൃത്യമായി അളന്ന് മുറിച്ച് തകർക്കാൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വളരെ അഭിനന്ദനാർഹമായ കാര്യം.